തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. സങ്കീർത്തനം 119:105 വാക്യം. പ്രിയപ്പെട്ടവരെ, ഇരുട്ടിൽ ഒരു ചെറിയ പ്രകാശം പോലും വലിയ ആശ്വാസമാണ്. ദീപം മുഴുവൻ വഴിയും ഒരേ സമയം കാണിച്ചു തരണമെന്നില്ല, എന്നാൽ അടുത്ത ചുവട് എവിടെ വെക്കണമെന്ന് അത് കാണിച്ചു തരും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനവും. നമ്മുടെ ഭാവിയെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ഉറപ്പില്ല. എന്തു തീരുമാനിക്കണം, ആരെ വിശ്വസിക്കണം, ഏതു വഴിയാണ് ശരി, ദുഃഖത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ദൈവവചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഒന്ന്, ദൈവവചനം ആശയക്കുഴപ്പത്തിൽ ദിശ കാണിക്കുന്ന ദീപമാണ്. ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് വഴി കാണാതെ പോകാം. മനുഷ്യരുടെ അഭിപ്രായങ്ങൾ പലതായിരിക്കും. എന്നാൽ ദൈവവചനം നമ്മെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്. ദീപം ആദ്യം പ്രകാശിക്കുന്നത് നമ്മളുടെ കാലിന് സമീപത്തുള്ള സ്ഥലമാണ്. അതായത് ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ മുഴുവൻ ഭാവിയും നമുക്ക് കാണിച്ചു തരണമെന്നില്ല, എന്നാൽ ഇപ്പോൾ എടുക്കേണ്ട ശരിയായ ചുവട്, തീരുമാനം കാണിച്ചു തരും. അബ്രഹാമിന് മുഴുവൻ യാത്രയും അറിയില്ലായിരുന്നു. ദൈവം പറഞ്ഞു, നീ പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് പോവുക. ഉൽപ്പത്തി പുസ്തകം 12:1. അവൻ മുഴുവൻ വഴി അറിഞ്ഞിരുന്നില്ല, പക്ഷേ വഴികാട്ടിയായ ദൈവത്തെ അവൻ അറിഞ്ഞിരുന്നു. നമ്മുടെ കയ്യിൽ മുഴുവൻ ഭൂപടം ഇല്ലെങ്കിലും ദൈവത്തിന്റെ കയ്യിൽ നമ്മുടെ മുഴുവൻ യാത്രയുമുണ്ട്. C.S. ലൂയിസ് ഓർമ്മിപ്പിക്കുന്ന ഒരു മനോഹരമായ ആശയമുണ്ട്: യു ആർ നെവർ ടു ഓൾഡ് ടു സെറ്റ് അനദർ ഗോൾ ഓർ ടു ഡ്രീം എ ന്യൂ ഡ്രീം. അതുപോലെ ദൈവവചനം നമ്മോട് പറയുന്നു, നിന്റെ ഇന്നത്തെ പരാജയം നിന്റെ നാളത്തെ വിധിയല്ല. ദൈവം പുതിയ വഴി തുറക്കുവാൻ കഴിവുള്ളവനാണ്. 2, ദൈവവചനം ഇരുട്ടിൽ പ്രത്യാശ നൽകുന്ന പ്രകാശമാണ്. ഇരുട്ട് എന്നത് പ്രശ്നങ്ങളുടെ മാത്രം പേരല്ല. ചിലപ്പോൾ ദുഃഖം, ഏകാന്തത, പരാജയം, നിരാശ, നഷ്ടം, രോഗം, ബന്ധങ്ങളിലെ തകർച്ച എന്നിവയും ജീവിതത്തിലെ ഇരുട്ടുകളാണ്. അത്തരം സമയത്ത് ദൈവവചനം നമ്മോട് പറയുന്നു, ഇരുട്ടിൽ നടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. യെശയ്യാവിന്റെ പുസ്തകം 9:2. ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കയില്ല. യോഹന്നാന്റെ സുവിശേഷം 8:12 വാക്യം. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ സാഹചര്യങ്ങളിലല്ല, ക്രിസ്തുവിലാണ്. കോറി ടെൻ ബൂം പറഞ്ഞതായി പ്രസിദ്ധമായ ഒരു ചിന്തയുണ്ട്: നെവർ ബി അഫ്രൈഡ് ടു ട്രസ്റ്റ് an unknown future to a known God. അറിയാത്ത ഭാവിയെ അറിയുന്ന ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. കന്യക മറിയാമിന്റെ ജീവിതം. മറിയത്തിനും ഭാവി മുഴുവൻ വ്യക്തമായിരുന്നില്ല. എന്നാൽ അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ. അവൾക്കെല്ലാ ഉത്തരങ്ങളും ലഭിച്ചില്ല, എന്നാൽ ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാം മനസ്സിലായതിനു ശേഷം വിശ്വസിക്കുക എന്നല്ല, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുക എന്നതാണ്. 3, ദൈവവചനം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. ദൈവവചനം കേൾക്കുക മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. വചനം കേൾക്കുന്നവർ മാത്രമല്ല, അത് ചെയ്യുന്നവരുമായിരിക്കുവീനെന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവവചനം നമ്മുടെ ചിന്തകളെ മാറ്റണം. ചിന്തകൾ മാറുമ്പോൾ മനോഭാവം മാറും. മനോഭാവം മാറുമ്പോൾ പ്രവർത്തികൾ മാറും. പ്രവർത്തികൾ മാറുമ്പോൾ ജീവിതം മാറും. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നിന്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. റോമർ 12:2. C.S. ലൂയിസ് ഇപ്രകാരം പറയുന്നുണ്ട്: The Son of God became a man to enable men to become sons of God. ക്രിസ്തുവിലുള്ള ജീവിതം വെറും പുറമേയുള്ള മതപരമായ മാറ്റമല്ല, ഉള്ളിൽ നിന്നുള്ള രൂപാന്തരമാണ്. ദൈവവചനം നമ്മുടെ കോപത്തെ ക്ഷമയാക്കി മാറ്റണം, നമ്മുടെ ഭയത്തെ വിശ്വാസമാക്കി മാറ്റണം,
നമ്മുടെ നിരാശയെ പ്രത്യാശയാക്കി മാറ്റണം. നമ്മുടെ സ്വാർത്ഥതയെ സ്നേഹമാക്കി മാറ്റണം. ഒരു ദീപം കയ്യിൽ പിടിച്ചാൽ വഴിയിലെ ഓരോ കല്ലും നീക്കം ചെയ്യപ്പെടുകയില്ല. എന്നാൽ കല്ലിൽ തട്ടി വീഴാതെ മുന്നോട്ട് നടക്കാൻ നമുക്ക് അത് സഹായകരമാകും. അതുപോലെ ദൈവവചനം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കണമെന്നില്ല. എന്നാൽ പ്രശ്നങ്ങൾക്കിടയിലൂടെ വിശ്വാസത്തോടെ നടക്കുവാനുള്ള വെളിച്ചം അത് നൽകുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.